ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ, അത് വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന മസാല ദോശ വളരെ മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ടുള്ള മസാല ദോശ കിട്ടാറുണ്ട്. അതുപോലെ കിട്ടാനായിട്ട് നമ്മൾ ദോശമാവിൽ ഒരു സ്പൂൺ കടലമാവ് ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ബ്രൗൺ കളറുള്ള മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോഴും കുറച്ച് കടലമാവ് ചേർത്തുണ്ടായി നോക്ക്. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, വളരെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രൗൺ കളറായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. ഈ ദോശ കഴിക്കാനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ ദോശമാവ് പുളി കൂടുകയാണെങ്കിൽ കുറച്ച് കടലമാവ് ഇതുപോലെ ചെയ്താലും നമ്മളെ ദോശ അടിപൊളിയായി കിട്ടും കേട്ടോ. മസാല ദോശയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്. വളരെ കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് ചിക്കൻ കറി ഒക്കെ റെഡി ആയതിനു ശേഷം ഒരു സ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയില്ല, അത് ഏത് ബ്രാൻഡായാലും വേണ്ടില്ല, അത് നന്നായി 1.5 സ്പൂൺ ചിക്കൻ മസാല അത് ഇതുപോലെ ഒരു പാനിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ലൊരു മണമായിരിക്കും. അതുമാത്രമല്ല കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി ഏതെങ്കിലും നന്നായി ഒന്ന് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അവസാനമായി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്രത്യേക ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെയാണ്. പൊറോട്ട, അതുപോലെ പത്തിരി, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ഇടാതെ തന്നെ അത് നന്നായി മാവൊക്കെ നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുണ്ട്. അതായത് നമ്മുടെ മൈദ, ഒരു കപ്പ് മൈദ അത് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ ഈ മൈദയുടെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര, അതുപോലെ തന്നെ ഒരു നുള്ളുപ്പ്, 1.25 കപ്പ് വെള്ളം അതും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിരിക്കും പഴംപൊരി. കുറച്ച് നേരത്തേക്കും ഈ ക്രിസ്പിനെസ് ഒന്നും പോവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പഴംപൊരി കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് എങ്ങനെയാണോ പൊന്തി വരിക, മാവ് ഇങ്ങനെ പൊന്തി വരിക, അതേപോലെ തന്നെ വെളിച്ചെണ്ണയിലിട്ടാൽ നമ്മുടെ മാവ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. നല്ല സോഫ്റ്റും നല്ല വെറൈറ്റി ടേസ്റ്റും ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്കിതേ ഒരു ബ്രെഡ് ചേർത്താൽ മതി. നമ്മുടെ മാവ് അടിപൊളിയായിട്ട് പൊന്തി വരും. നല്ല ടേസ്റ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ചായ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ചായ വെക്കാനുള്ള പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഒരു 1/4 സ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു ഏലക്കായ നന്നായി ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് തിളക്കാനായിട്ട് മുന്നേ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചായക്ക് പാലെടുക്കാറുള്ളത് 2 ഗ്ലാസ് ചായക്ക് 1.5 ഗ്ലാസ് പാല്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് വെക്കാറ് കേട്ടോ. 2 സ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ ഒപ്പം ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇത് എൻ്റെ അച്ഛൻ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ കൂടുതൽ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അച്ഛൻ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ചിക്കൻ കറി കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് കല്യാണത്തിനൊക്കെ കഴിക്കാൻ കിട്ടില്ലേ, എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റ് ആവുകയെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ എത്രയാണോ സവാള എടുത്തിട്ടുള്ളത്, ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ സവാള എടുത്തേക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുക. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയില്ലേ, അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1/4 ഭാഗത്തോളം സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിക്കൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള വറുത്ത് വെക്കാറില്ല ആദ്യം തന്നെ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുക. കുറേശ്ശെയായി ഇട്ടിട്ട് ഒരു 2-3 സെക്ഷനായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി കിട്ടും. മൊത്തത്തിലായി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടണമെന്നില്ല. 1/4 ഭാഗം സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സവാള മൊത്തത്തിലായിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ട് നന്നായി വാടി വന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ അത് ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഗ്രേവി ടൈപ്പാണ് ആക്കുന്നത് എങ്കിൽ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിക്കൻ തീരെ പൊടിഞ്ഞു പോകില്ല കേട്ടോ. വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
കണ്ടില്ലേ, ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായി പാടില്ല, അത് അടച്ച് വെക്കുക. കുറച്ച് കഴിഞ്ഞാലായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അവസാനം ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ സവാള ഫ്രൈ ചെയ്തിടുന്നതാണ് നമ്മുടെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റായി കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്തത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞാലൊന്ന് വാടിപ്പോവും. അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിപ്പൊടിയില്ലേ, അരിപ്പൊടി 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായി കിട്ടും കേട്ടോ. ആ ക്രിസ്പിനെസ് തീരെ പോവില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിലേക്ക് സൈഡ് ഡിഷായിട്ട് കൊടുക്കാനും ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും ഒക്കെ അടിപൊളിയാണ്. ഉച്ചയാകുമ്പോഴേക്കും ഒന്നും ഇത് വാടിപ്പോവില്ല. നല്ല അടിപൊളിയായി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്, മൈദയോ അല്ലെങ്കിൽ വേറെ കടലമാവോ ഒന്നുമല്ല. കുറച്ച് അരിപ്പൊടി ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് നമ്മുടെ പൂ പോലത്തെ ഇഡലി, അതുണ്ടാക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ് പറയുന്നത്. കുറേ സബ്സ്ക്രൈബേഴ്സായി ചോദിക്കണം എങ്ങനെയാണ് ഈസി ആയിട്ട് പെട്ടെന്ന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇഡലി ഉണ്ടാക്കുക, അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് അതേ 1 കപ്പ് നമ്മുടെ പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1 കപ്പ് തന്നെ ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഉഴുന്ന് വേറെ വെള്ളത്തിലിട്ട് വെക്കണം, 2 അരിയും മറ്റൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. ഏകദേശം ഒരു 5 മണിക്കൂറിന് ശേഷം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുക. ഉഴുന്ന് അരച്ചെടുത്ത അതേ ജാറിൽ തന്നെ നമ്മൾ പച്ചരിയും കൂടി അരച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇഡലി കിട്ടും. ഇഡലി ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉഴുന്ന് അരച്ച് മാറ്റി വയ്ക്കുക. പച്ചരി ആദ്യം അരയ്ക്കാനായിട്ട് നിൽക്കരുത്. ഉഴുന്ന് അരച്ച അതേ ജാറിൽ നമ്മൾ പച്ചരി അരച്ച് മാറ്റി വയ്ക്കുക. ഇതിൽ ഞാൻ ചോറൊന്നും ചേർക്കണില്ല കേട്ടോ. കറക്റ്റ് അളവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഇഡലിയാണ് കേട്ടോ. മാവ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി പൊന്തി വരും. ഒരു 5 മണിക്കൂറോളം എന്തായാലും വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ എണ്ണ ഒഴിച്ച് നന്നായി തട്ടി ചൂടായതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഇഡലി നല്ല ബോൾ പോലെ നല്ല വീർത്ത് വരും. ഒരുപാട് ആളുകൾ ചോദിക്കുന്നു അടിപൊളി ഇഡലി ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതുപോലെ ചെയ്താൽ മതി. അടിപൊളി ടേസ്റ്റുള്ള ഇഡലി കിട്ടും. ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അടുത്തത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒപ്പം തന്നെ ചെറുനാരങ്ങ നീര്. ഈ രണ്ടും ഉപയോഗിച്ച് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കാതെ, വെള്ളം തീരെ തട്ടിക്കാതെ പൊടികളെല്ലാം ഇതുപോലെ നാരങ്ങ നീരും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉപയോഗിച്ച് ലൂസാക്കി ചിക്കനൊന്ന് മസാല പുരട്ടി വെച്ച് ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എണ്ണയിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ പാനിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ നല്ലൊരു മണമാണ് ചിക്കൻ ഫ്രൈക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും 1 സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ചേർത്ത് നോക്കുക. അടിപൊളിയായി നമ്മുടെ ചിക്കൻ ഫ്രൈ കിട്ടും കേട്ടോ. അടുത്തത് നമ്മുടെ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചില്ലി പനീർ അല്ലെങ്കിൽ ചില്ലി ഗോബി, ഏതായാലും ചില്ലി വെച്ച് ഏത് ഗ്രേവി ടൈപ്പ് കറി ഉണ്ടാക്കുകയാണെങ്കിലും അത് അടിപൊളിയാവാൻ വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം, സവാള നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഒപ്പം നമ്മുടെ ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും നമ്മൾ സാധാരണ ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിക്കുക. പിന്നെ നമ്മുടെ ടേസ്റ്റ് അടിപൊളിയാവാൻ വേണ്ടിയിട്ട് 1 സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലായിട്ട് നമ്മുടെ ഏത് ചില്ലി ഗ്രേവി ടൈപ്പ് കറിയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് മൈദ, 1 സ്പൂണോളം മൈദ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായി കലക്കിയെടുത്ത് ഇത് നമ്മുടെ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഗ്രേവി ടൈപ്പ് അടിപൊളിയായിട്ടുള്ള കറി കിട്ടും. അപ്പോൾ നമ്മുടെ വിനാഗിരിയും ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാനായിട്ട് മറക്കണ്ട. അടിപൊളിയായിട്ടുള്ള കറി കിട്ടും. ഇതിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിടാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട പനീറോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത പനീറോ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ കോളിഫ്ലവർ ഇല്ലേ അത് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ കോഴിമുട്ട അത് പുഴുങ്ങി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും വിനാഗിരിയും ചേർത്ത് നോക്കുക. അടിപൊളിയായി കിട്ടും കേട്ടോ. സാധാരണ എല്ലാ വീട്ടിലും വലിയവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഉണക്കച്ചെമ്മീൻ കറി. അത് കുട്ടികൾക്ക് അത്ര താല്പര്യമാവണമെന്നില്ല. അത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചുവന്ന കളറായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് തലയും വാലും എല്ലാം കളഞ്ഞ് 5-6 ഉണക്കച്ചെമ്മീൻ നമ്മൾ തേങ്ങ അരക്കില്ലേ, തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉണക്കച്ചെമ്മീൻ കഴുകിയെടുക്കാത്തത് കേട്ടോ. ബാക്കിയുള്ള ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കായും തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ഇഞ്ചിയും കൂടി നന്നായി വേവിച്ച്
വെന്ത് വരുമ്പോൾ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ ഉള്ളി കാച്ചി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉണക്കച്ചെമ്മീൻ കറി വെക്കുമ്പോൾ ഇനി മറക്കണ്ട തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ, ഒരു 5-6 ഉണക്കച്ചെമ്മീൻ അതും കൂടെ നന്നായി അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചുവന്ന ചമ്മന്തിയില്ലേ, തക്കാളി സവാള വാട്ടിയിട്ട് ഉണ്ടാക്കില്ലേ, അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൽ 2 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾ വാട്ടിയെടുത്ത് നോക്കുക. തക്കാളി കുറച്ച് കൂടുതൽ എടുക്കുക. 2 തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി ഒരു സവാള ചേർത്താൽ മതി കേട്ടോ, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് നന്നായി വാടി വരുമ്പോൾ 2 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പ് ഇല്ല എങ്കിൽ 1 സ്പൂൺ കപ്പലണ്ടി അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നന്നായി വാടി വരുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, കുറച്ച് ഗ്രേവി ടൈപ്പ് ആവണം എങ്കിൽ നമ്മളിത് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചാൽ മതി. പച്ചവെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ടിട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ഏതെങ്കിലും ഒന്ന് ഇട്ട് നന്നായി ഒന്ന് അരച്ച് എടുത്ത് നോക്കുക. ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഇനി പുറത്തേക്കൊക്കെ ആർക്കെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് കൂടെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക കേട്ടോ. 1 കിലോ ചിക്കനാണ് കറി വയ്ക്കുന്നത് എങ്കിൽ 1 ടേബിൾ സ്പൂണോളം തേങ്ങ, അതുപോലെ തന്നെ ഒരു സവാള, ഒരു 4 അണ്ടിപ്പരിപ്പ് അതും കൂടി നന്നായി ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്ത്, ആദ്യം എണ്ണയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അത് നന്നായി അരച്ച് നമ്മുടെ ചിക്കൻ കറിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് അടച്ച് വെച്ച് നന്നായി ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലായിട്ട് ചിക്കൻ കറിയുടെ ഓർഡർ നിങ്ങൾ കഴിഞ്ഞാൽ എവിടെയും പോവില്ല, നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ ചിക്കൻ കറി നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം തേങ്ങ, അതുപോലെ തന്നെ സവാള, അണ്ടിപ്പരിപ്പ് ഇതും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് അരച്ച് ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളത്തിൽ അരച്ചതിൽ ഒഴിച്ച് നന്നായി വറ്റിച്ചെടുത്താൽ നമ്മളെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പരിപ്പ് ഉപയോഗിച്ച്, പരിപ്പ് മുരിങ്ങക്കായ, പരിപ്പ് വെള്ളരിക്ക ഇതൊക്കെ കറി വെക്കില്ലേ, അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് ഒഴിക്കുന്നതിന് പകരം അതേ തേങ്ങയുടെ തന്നെ നമ്മൾ എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിൻ്റെ പാല് ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറി കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഒരു 5-6 മണി ഉലുവ അതെന്തായാലും ഒന്ന് പൊട്ടിച്ച് എടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴായിട്ട് നമ്മളെ കറിക്ക് നല്ല ഒരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ കറിയുടെ ക്വാണ്ടിറ്റി കുറയുമെന്ന് തോന്നും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ എത്രയാണോ തേങ്ങ എടുത്തത് അത്രയും തേങ്ങാപ്പാൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് കമൻറ്റും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.